നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പാനൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനബോധന പദയാത്ര സംഘടിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പാനൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനബോധന പദയാത്ര സംഘടിപ്പിച്ചു. കരിയാട് നിന്ന് ആരംഭിച്ച പദയാത്ര പാനൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. പാനൂരിൽ നടന്ന സമാപന സമ്മേളനം കൂത്തുപറമ്പ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി.കെ. ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. അത് രണ്ട് കാരണങ്ങളുണ്ടാണ്. ഒന്ന്, രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് ജനാധിപത്യ മതേതരവാദിക്കും ആശങ്കയുണർത്തുന്ന നാടുകളാണ് രാജ്യത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഏറ്റവും ഒടുവിൽ എവിടത്തേക്കാണ് ഇതിന്റെ സഞ്ചാരമെന്ന് ഇന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നാണയം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ത്യ ഗവൺമെന്റിന്. ആ നാണയത്തിൽ ഇന്ന് വരെ ഉണ്ടായിരുന്നത് നമ്മുടെ അശോക സ്തംഭവും നമ്മുടെ ഗാന്ധിജിയോടൊക്കെ ചിത്രമാണെങ്കിൽ ഇന്നിറങ്ങിയത് ആ നാണയത്തിൽ സ്തംഭമായി അവർ സ്വീകരിച്ചിട്ടുള്ളത് ഹിന്ദുത്വത്തിന്റെ മുഖമുദ്രയാണ് എന്ന് വന്നതിന്റെ അർത്ഥം അത് ആകസ്മികമായൊരു സംഭവമല്ല. രാജ്യം ഒരു മതരാഷ്ട്രത്തിലേക്ക് നടന്നെടുക്കുന്നതിന് എത്രമാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു എന്നതിന്റെ കാഴ്ചയാണ്. ഈ രാജ്യത്തിന് ഒളിമ്പിക്സ് മെഡൽ നേടിത്തന്ന ഹോക്കി താരത്തിന്റെ വീട് കഴിഞ്ഞ ദിവസം ബുൾഡോസർ വെച്ച് നികത്തുകയാണ്. സുപ്രീം കോടതി അടക്കം ബുൾഡോസ് രാജ്യത്തിനായി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് പോലും അതിനെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ന്യൂനപക്ഷ വേട്ട ആയുധമായി അവർ നടത്തുകയാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് പി. സലാം അധ്യക്ഷത വഹിച്ചു. MSF സംസ്ഥാന സെക്രട്ടറി റഷാദ് VM മുഖ്യ പ്രഭാഷണം നടത്തി. ജാഥ ക്യാപ്റ്റൻ ആവോളം ബഷീർ, ബാങ്കിൽ അനീഫ, MC അൻവർ, മുനീർ, നൌഷാദ് അനിയാരം, T മഹറൂഫ്, അഷ്റഫ് VV, അലി നാനാറത്ത്, NA ഇസ്മയിൽ, NA കരീം, KV റംല ടീച്ചർ, TK ഹാരിസ്, നൌഷാദ് കൂടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. വൻ ജനപങ്കാളിത്തത്തോടെയാണ് പദയാത്ര സംഘടിപ്പിച്ചത്. സമഗ്ര ന്യൂസ്, പാനൂർ.